Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് സ്കീം യൂണിറ്റ് 7 ഏതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റിന്റെ ഒരു MCQ മാരത്തോൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കേ, 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. A metal wire is stretched along its length. Another identical wire is heated. The resultant length of the wire is same. What can said about the diameters of the two wires? Okay, ഒരു മെറ്റൽ വയർ അതിന്റെ ലെങ്ത്തിനനുസരിച്ച് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വേറൊരു വയർ എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ടന്റ് ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത് സെയിം ആണ്, പക്ഷെ അതിന്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നതാണ്. ഓപ്ഷൻസ് നോക്കൂ. Both diameters will have reduced equally. Both diameters will have increased equally. The hot wire has larger diameter and than the stretched wire. Option C ആണ് right answer. അല്ലേ, ഹോട്ട് വയറിനായിരിക്കും നമുക്ക് ഡയമീറ്റർ കൂടുതലും സ്ട്രെച്ച്ഡ് വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, അതായത് ഒരു മെറ്റൽ വയർ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ആകും, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിക്രീസ് ആകും. കാരണം എന്താണ്, അതിന്റെ ഒരു വോളിയം കൺസർവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെങ്ത് ഇൻക്രീസ് ആകുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് റെഡ്യൂസ് ആകും. ഓക്കെ, അപ്പൊ ഒരു വയർ ഹീറ്റ് ആകുമ്പോൾ എന്താ ചെയ്യുന്നുണ്ട്, അത് എക്സ്പാൻഡ് ആകുകയാണ്, എല്ലാ ഡയറക്ഷനിലേക്കും എക്സ്പാൻഡ് ആകുകയാണ്. ലെങ്ത്, വോളിയം, ഡയമീറ്റർ ആ ഒരു ഇതിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ്, വയർ ഹീറ്റ് ആക്കുകയും ചെയ്യുന്നുണ്ട്, ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഡയമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്, ഹീറ്റിലായിരിക്കും അല്ലെ, ഹീറ്റ് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പൊ ആ ഒരു ഹീറ്റ് ചെയ്തിരിക്കുന്ന വയറിലായിരിക്കും നമുക്ക് ഡയമീറ്റർ കൂടുതലും സ്ട്രെച്ച് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A 120 cm long rod is subjected to an axial pull of 18 kN. If the diameter of the rod is 3 cm, the stress acting on it is. ഒരു 120 cm long rod എന്ന് പറയുന്നത് ഒരു ആക്സിയൽ പുള്ള്, അതായത് 18 kN ഉള്ള ഒരു ആക്സിയൽ പുള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, ആ ഡയമീറ്റർ എന്ന് പറയുന്നത്, ആ റോഡിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 cm ആണെങ്കിൽ അവിടെ വരുന്ന സ്ട്രെസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഡി ആണ് റൈറ്റ് ആൻസർ. 25.47 ന്യൂട്ടൺ മീറ്റർ പെർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, 25.47 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റേഷ്യോ ഓഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ് ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെ. എത്രത്തോളമാണോ ഡിഫോമിംഗ് നടന്നിരിക്കുന്നത് ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയിൽ വന്നിരിക്കുന്ന ഡിഫോമിംഗ് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആക്സിയൽ ഫോഴ്സ് എത്രയാണ്, 18 kN ആണ്. അപ്പൊ അതിന് നമുക്ക് എന്താ എഴുതാം, ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്നുള്ള രീതിയിൽ എഴുതാം. ഡയമീറ്റർ തന്നിട്ടുണ്ട് 3 cm, അതായത് നമുക്ക് മില്ലിമീറ്ററിലേക്ക് ചേഞ്ച് ചെയ്തു. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, π/4 d² ആണ്. അപ്പൊ π/4 ഇൻറ്റു d എന്ന് പറയുന്നത് 30 ആണ്. 30² വിച്ച് ഇസ് ഈക്വൽ ടു 706.85 ആണ്. സോ നമുക്ക് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു F/A ആണ്. F അറിയാം, എയും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25.47 ആണ് നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If a force of 10 Newton acts on a body of mass 5 kg and the cross sectional area is 10,000 centimeter square, what is the value of the shear stress? Shear stress ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി is the right answer. 10 Newton per meter square ആണ്. 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ആക്ട് ചെയ്തിരിക്കുന്നത്, 5 kg ആണ് അതിന്റെ മാസ്, ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിൽ വരുന്ന ഇക്വേഷനും നമുക്ക് സെയിം തന്നെയാണ്, F/A ആണ്. എഫ് നമുക്ക് തന്നിട്ടുണ്ട് 10 ന്യൂട്ടൺ ആണ്, ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതായത് 10,000 centimeter square എന്ന് പറയുമ്പോൾ നമുക്ക് 1 meter square എന്ന് എടുത്തൂടെ അല്ലെ. സോ അപ്പൊ നമുക്ക് ഫോഴ്സ് പെർ ഏരിയ എന്ന് പറയുന്നത് 10/1 ആണ്, വിച്ച് ഈസ് 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. If length of wire is doubled, then it can hold dash. ക്രോസ് സെക്ഷണൽ ഏരിയ റിമൈൻസ് സെയിം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ലെങ്ത് ഡബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്, ഇറ്റ് ദ മാക്സിമം സെയിം മാക്സിമം സ്ട്രെസ് ആസ് ബിഫോർ. മാക്സിമം സ്ട്രെസ് എത്രയാണോ ഉണ്ടായിരുന്നത് ബിഫോർ, അതായത് ആ വയർ ലെങ്ത് ഡബിൾ ആക്കുന്നതിന് ബിഫോർ ആയിട്ട് എത്രത്തോളം ആണോ അതിന്റെ സ്ട്രെസ് ഉണ്ടായിരുന്നത്, അതേ സ്ട്രെസ് തന്നെ മാക്സിമം ആയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതായത് ബ്രേക്കിംഗ് സ്ട്രെസ് നമുക്കിവിടെ വരുന്നുണ്ട് അല്ലെ. ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം. അതായത് ഒരു മാക്സിമം സ്ട്രെസ് ആ ഒരു മെറ്റീരിയലിന് എത്രത്തോളം പറ്റും, ആ ഒരു ബ്രേക്ക് ചെയ്യുന്നതിന് ബിഫോർ ആയിട്ട് എത്രത്തോളം ആണോ അതിന്റെ മാക്സിമം സ്ട്രെസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റോഡ് നമ്മൾ അതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് അവിടെ വരുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വരുന്ന ആ ഒരു ഇതുണ്ടാവും സ്ട്രെസ്, അതിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്ട്രെസിന്റെ ഇക്വേഷൻ വന്നത് ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, F/A ആണ്.
അപ്പൊ നമുക്കിവിടെ ഏരിയ ചേഞ്ച് ആവുന്നുണ്ട്, അതായത് നമുക്ക് അവിടെ ലോഡിൽ ചേഞ്ച് ആവുന്നുണ്ട്, ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ, ലോഡ് ഇതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോൾ ഓഫ് ലെങ്ത് ഇൻ കാൽക്കുലേറ്റിംഗ് ബ്രേക്ക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചേഞ്ചിങ് ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ബ്രേക്കിംഗ് സ്ട്രെസ്സിനെ ചേഞ്ച് ചെയ്യുന്നില്ല, ഏരിയയിലാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ലെങ്ത് ഓഫ് വയർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സെയിം എത്രത്തോളമാണോ ആ സ്ട്രെസ് ഉണ്ടായിരുന്നത് ഇനിഷ്യൽ ആയിട്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ സ്റ്റീൽ റോഡ് ഓഫ് ലെങ്ത് 1 മീറ്റർ റേഡിയസ് 10 millimeter stretched by a force of 100 kilonewton along its length, the stress produced by the rod. അപ്പോൾ യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 3.18 into 10⁸ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമുക്ക് ഒരു ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, അതിൽ ഫോഴ്സ് എത്രത്തോളമാണ് നമ്മൾ കൊടുക്കുന്നത് അതും തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, R തന്നിരിക്കുന്നത് എത്രയാണ്, 10 millimeter ആണ്. അപ്പൊ അതിനെ ഞാൻ ആ ഒരു 10⁻³ എന്നുള്ള ടേമിലേക്ക് എഴുതിയിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്താണ്, ഫോഴ്സ് പെർ ഏരിയ ആണ്, F/πr² ആണ് നമുക്ക് വരുന്നത്. സോ 100 into 10⁻³ ന്യൂട്ടൺ, അതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫോഴ്സ്, ബൈ പൈ എന്ന് പറയുന്നത് 3.14, റേഡിയസ് നമുക്ക് 10⁻⁻² ആണ് വന്നിരിക്കുന്നത് അല്ലെ. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3.18 into 10⁸ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നത്, എലാസ്റ്റിക് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ സ്ട്രെച്ച്ഡ് വയർ. ഒരു സ്ട്രെച്ച്ഡ് വയറിന്റെ ഒരു യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എലാസ്റ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് സ്ട്രെസ് സ്ക്വയർ ബൈ വൈ ആണ് വരുന്നത്, ഹാഫ് സ്ട്രെസ് സ്ക്വയർ ബൈ വൈ. അപ്പൊ നമുക്ക് നോക്കൂ, u which is equal to half into stress into strain, that is stress square അല്ലെ. സ്ട്രെസ് into strain, strain എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ബൈ y ആണ്. അപ്പൊ സ്ട്രെസ് into stress by y which is equal to, നമുക്കറിയാം യങ്സ് മോഡുലസ് എന്താണെന്നുള്ളത് അല്ലെ. സോ സ്ട്രെസ് ബൈ strain, that is half stress square by y ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which of the following laws states that pressure or intensity of the pressure at a point in static fluid is equal in all directions അല്ലെ. എന്താണ് നമുക്ക് ചോദ്യം നോക്കൂ, ഏത് ലോ ആണ് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത്, ഒരു ഫ്ലൂയിഡിന്റെ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ എല്ലാ ഡയറക്ഷൻസിലും ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആകുന്നു എന്ന് പറയുന്നത് ഏത് ലോ ആണ്, നമുക്കറിയാം, വിച്ച് ഈസ് നൺ അതർ ദാൻ പാസ്കൽസ് ലോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ അല്ലെ. എ പ്രഷർ എക്സർട്ടഡ് എനിവർ ഇൻ എ പോയിന്റ് ഓഫ് ദ കൺഫൈൻഡ് ഫ്ലൂയിഡ്, ഒരു കൺഫൈൻഡ് ഫ്ലൂയിഡിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ വരുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് ത്രൂ ഔട്ട് ദ ഫ്ലൂയിഡ്, ആ ഒരു ഫ്ലൂയിഡിന്റെ എല്ലാ ഡയറക്ഷനിലും ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ഫിഗറിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the main reason why the walls of a dam made thicker at the bottom than the top. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു ഡാമുകളുടെയൊക്കെ താഴ്ഭാഗം, ഓക്കെ, ആ ഒരു ഡാമിന്റെ വാൾസ് ഓഫ് ദ ഡാമിന്റെ ആ ഒരു തിക്കർ എന്ന് പറയുന്നത്, താഴെ എന്ന് പറയുന്നത് നമുക്ക് തിക്കറായിട്ടും ടോപ്പിനേക്കാൾ തിക്കറായിട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ സി is the right answer. Pressure due to water is highest at the bottom of the dam. ഇപ്പൊ നമ്മൾ ഒരു ഡാമിൽ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ ഒരു ഡാം, ഇതൊരു ജസ്റ്റ് ഒരു ഡാമായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡാമിന്റെ ഈ ഒരു ലോവസ്റ്റ് പോർഷനിൽ വരുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പ്രഷർ, ഈ വോളുകളിലേക്ക് വരുന്ന പ്രഷറിന്റെ ഇതും കൂടുതലായിരിക്കും അല്ലെ, ആ ഒരു പ്രഷർ നമുക്ക് ആ വോളുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മുകളിലുള്ള ആ ഒരു സെയിം തിക്കിൽ തന്നെയാണ് താഴത്തേക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നതോടെ ഈ വോള് ബ്രേക്ക് ആവാനും വെള്ളം പോകാനും ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു അപ്പർ സൈഡിനേക്കാൾ തിക്കർ കൂടുതലായിട്ട്, തിക്നെസ് കൂടിയിട്ടായിരിക്കും ഈ പറയുന്ന ലോവർ സൈഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ബോട്ടം സൈഡ് ഓഫ് ദ ഡാം എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് സർഫേസ്, അതായത് ടോപ്പ് സർഫേസിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് ബോട്ടം സർഫേസിൽ വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, P is equal to rho C എന്നാണ്. അപ്പൊ ആ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം ആണ് അല്ലെ. പ്രഷർ എന്ന് പറയുന്നത് ആ ഒരു ഹൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ ഇക്വേഷനിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രഷറും കൂടും. അപ്പൊ ഡെപ്ത് താഴത്തേക്ക് പോകുന്നതോട് താഴെയാണ് നമുക്ക് പ്രഷർ കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് തിക്നെസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത്, find the force required at the plunger which has 3 cm diameter and the diameter of the hydraulic press is 30 cm. It is used for lifting a weight of 30 kN. Okay, അപ്പോൾ ഒരു ഹൈഡ്രോളിക്
പ്രസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 30 കിലോ ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു വസ്തുവാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ആ പ്ലഞ്ചറിന്റെ പ്ലഞ്ചറിന്റെ ഡയമീറ്റർ 3 സെന്റിമീറ്ററും അതിന്റെ ഹൈഡ്രോളിക് പ്രസിന്റെ ഡയമീറ്റർ 30 സെന്റിമീറ്ററുമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫോഴ്സ് എത്രത്തോളം വേണം എന്നാണ് അപ്ലൈ ചെയ്യുന്നത്. ഓപ്ഷൻ സി ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 300 ന്യൂട്ടൺ ആണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡി തന്നിട്ടുണ്ട്, പ്ലഞ്ചർ സ്മോൾ ലെറ്റർ ഡി ഉണ്ട്. അതുപോലെ ഡയമീറ്റർ ഓഫ് ഇത് തന്നിട്ടുണ്ട്, റാം എന്ന് പറയുന്നത്. പ്ലഞ്ചർ എത്രയാണ് കണ്ടുപിടിക്കണം നമുക്ക് ഫോഴ്സ്. അതിന്റെ ആ ഒരു വെയിറ്റ് 30 കിലോ ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് പാസ്കൽസ് ലോ അനുസരിച്ച് F1/A1 which is equal to F2/A2, അതായത് ഫോഴ്സ് പെർ ഏരിയ ആണ് അല്ലെ. പ്രഷർ P1 is equal to P2 ആണ്. അപ്പൊ അതിനാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ഞാൻ ഇത് എഴുതി, ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ ബൈ ഡി. അതേപോലെ തന്നെ F2/പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. അപ്പൊ F2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇൻറ്റു ഈ ഒരു ടേംസ് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ F2 ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് റിക്വയർഡ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ റാം ഓഫ് 15 സെന്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് പ്ലഞ്ചർ ഓഫ് 1.5 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ വെയിറ്റ് ഓഫ് 1000 kg. The force required on plunger is equal to, നമുക്ക് ഫോഴ്സ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഈ ഒരു 1000 kg വെയിറ്റിന് നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്ന ഫോഴ്സ് എത്രത്തോളം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഹൈഡ്രോളിക് പ്രസിന്റെ കുറച്ച് ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. റാം ഓഫ് 15 സെന്റിമീറ്റർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. പ്ലഞ്ചറിന്റെ എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 10 kg ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നോക്കൂ, the diameter of the plunger നമുക്ക് d തന്നിട്ടുണ്ട്, diameter of the ram capital D തന്നിട്ടുണ്ട്, weight എത്രത്തോളം exert ആയിട്ടുണ്ട് 1000 kg തന്നിട്ടുണ്ട് അല്ലേ. according to Pascal's law, pressure applied at the plunger which is equal to pressure exerted on the ram നമുക്ക് അറിയാം. so F1/A1 is equal to F2/A2 ആണ്. F1 എത്രയാണ് 1000 ആണ്, divided by A1 എന്ന് പറയുന്നത് ഏരിയ എന്താണ് പൈ d square by 4 which is equal to F2/പൈ സ്മോൾ d square by 4 ആണ്. അപ്പൊ F2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, പൈ ബൈ 4 ക്യാൻസൽ ആകും. അപ്പോൾ d square by d വരും, ക്യാപിറ്റൽ D square വരും, ഇൻറ്റു 1000 ആണ് വരുന്നത് അല്ലെ. അപ്പൊ d square നമുക്കറിയാം, സ്മോൾ ലെറ്റർ d square എന്ന് പറയുന്നത് എത്രയാണ് 1.5 ആണ്, ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 15 ആണ്. സോ 1.5 സ്ക്വയർ ബൈ 15 സ്ക്വയർ ഇൻറ്റു 1000 ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 10 kg ആണ്. അപ്പോൾ F2 എന്ന് പറയുന്നത് ഫോഴ്സ് റിക്വയർഡ് ഓൺ ദ പ്ലഞ്ചർ ആണ് വരുന്നത്. ഓക്കെ, a liquid has specific gravity of 1.9 and kinematic viscosity of 6 torques. What is the dynamic viscosity? നമുക്കൊരു സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, അതിന്റെ കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 1.14 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈനമാറ്റിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു mu by rho ആണ്. അപ്പൊ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ആണ്. സോ 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10⁻⁴ ആണ്. അതുപോലെ തന്നെ 1 പോയിസ് എന്ന് പറയുന്നത് എന്താ 0.1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിരിക്കുന്നത് 1.9 ആണ്. ദാറ്റ് ഈസ് 6 സ്റ്റോക്സ് ഉണ്ട്, ദാറ്റ് ഈസ് 6 × 10⁻⁴ ആണ് വരുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ആണ്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി 1.9 ആണ്. അപ്പൊ അതേ ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് കിട്ടി. Then we can find kinematic viscosity that is equal to dynamic viscosity by density of fluid ആണ്. നമുക്ക് V എന്താണ് തന്നിട്ടുണ്ട്. So 6 × 10⁻⁴ is equal to mu by 1900 ആണ്. So mu is equal to 114 × 10⁻⁻2 or 1.14 × Newton seconds per meter square ആണ്. Okay. What is the primary difference between the dynamic viscosity and the kinematic viscosity? What is the main difference എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണ്. ഇതാണ് പ്രൈമറി ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രഷറിനെ ഡിപ്പെൻഡബിൾ ആണ്. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എക്സ്പ്രഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ഈസ്, ബെർണോളിസ് ഇക്വേഷന്റെ എക്സ്പ്രഷൻ എന്താ വരുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പ്രഷർ P plus half rho V square plus rho GH which is equal to a constant. നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇപ്പൊ ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് നമുക്ക് അറിയാം. സം ഓഫ് ദ പ്രഷർ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, പ്രഷർ അതുപോലെ തന്നെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയത്തിൽ വരുന്നതിന്റെ നോൺ വിസ്കസ് ഫ്ലൂയിഡിനെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു റിമൈൻ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇപ്പൊ പ്രഷർ P1 ആണ്, ഇത് A1, ഇത് V1, ഇത് എന്ന് പറയുന്നത് ഹൈറ്റ്, അതേപോലെ തന്നെ P2, A2, V2, H2 ആണ് വരുന്നത്. സോ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഇക്വേഷൻ.
PCP plus half rho v square plus rho gh is equal to a constant. P എന്ന് പറഞ്ഞാൽ pressure ആണ്, rho എന്ന് പറയുന്നത് density of the fluid ആണ്, h is the height ആണ് വരുന്നത്, g എന്ന് പറയുന്നത് acceleration due to gravity ആണ്. അപ്പോൾ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് our law of conservation of energy നെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. Okay. Work done in blowing the soap bubble in the air of radius 2r is W. Find the work done in blowing the soap bubble of radius r. Okay, 2r എന്ന് പറയുന്ന ആ ഒരു റേഡിയസിലുള്ളതിനെ ബബിൾ ആക്കുന്നതിന് നമുക്ക് വർക്ക് ഡൺ W എടുത്തു. അങ്ങനെയാണെങ്കിൽ r റേഡിയസ് ഉള്ളതിനെ നമുക്ക് ബ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ആ ഒരു വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ, W/4. അതായത് നമുക്ക് തന്നിരിക്കുന്ന വർക്ക് ഡണിന്റെ 1/4 ഭാഗമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നോക്കൂ, വർക്ക് ഡൺ ടു എ ബ്ലോ ബബിൾ എന്ന് പറയുന്നത് സർഫേസ് ടെൻഷൻ ഇൻറ്റു സർഫേസ് ഏരിയ ആണ് വരുന്നത്. അപ്പൊ ആ ഒരു സോപ്പ് ബബിൾ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഇൻ ദ എയർ. സോ നമുക്ക് അവിടെ 2 സർഫേസസ് വരുന്നുണ്ട് അല്ലെ. ആ ഒരു എയർ, അതായത് ഇൻസൈഡും ഔട്ട്സൈഡും വരുന്ന നമുക്ക് എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നത് കൊണ്ട് നമുക്ക് 2 സർഫേസസ് വരുന്നുണ്ട്. സോ അപ്പൊ വർക്ക് ഡൺ ടു ബ്ലോ എ ബബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സർഫേസ് ടെൻഷൻ ഇൻറ്റു 2 വരും. 2 സർഫേസ് ഏരിയ ആണ് നമുക്ക് ആ ഒരു ബബിളിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വർക്ക് ഡൺ ടു ബ്ലോ എ ബബിൾ ഓഫ് റേഡിയസ് 2r എന്ന് പറയുന്നത് നമുക്ക് W ആണ് തന്നിട്ടുണ്ട്. സോ W is equal to സർഫേസ് ടെൻഷൻ T ഇൻറ്റു ക്യാപിറ്റൽ A ഇൻറ്റു 2 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് 2 സർഫേസ് ഉള്ളതുകൊണ്ട്. സോ W is equal to 2 ഇൻറ്റു T ഇൻറ്റു ഏരിയ എനിക്ക് എന്താണ് 4π2r² ആണ്. r എന്ന് പറയുന്നത് 2r ആണ്, അതുകൊണ്ടാണ്. സോ എനിക്ക് W is equal to എനിക്ക് കിട്ടി 32 T/r² എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് സ്മോൾ, അതായത് ക്യാപിറ്റൽ R ഉള്ളതിന് വേണ്ടി വരുന്ന വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമുക്ക് W ഡാഷ് എന്ന് എടുക്കാം. അപ്പൊ T ഇൻറ്റു 2 ഇൻറ്റു A ആണ്. അപ്പൊ T ഇൻറ്റു 2 ഇൻറ്റു 4πr² ദാറ്റ് ഇസ് ഈക്വൽ ടു 8T/r² കിട്ടി. അപ്പൊ 2 ഇക്വേഷൻസ് നമ്മൾ 2/1 ഡിവൈഡ് ചെയ്തിട്ട് W ഡാഷ് ബൈ W ഇസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് 1/4 വരുന്നുണ്ട്. സോ എനിക്ക് ആ വർക്ക് ഡൺ എത്രയാണ് വരുന്നത്, W/4 ആണ് വരുന്നത്. അപ്പൊ 1/4 ആണ് നമുക്ക് ഈ ഒരു R റേഡിയസിലുള്ളതിനെ ബബിൾ, ആ ഒരു സോപ്പ് ബബിളിനെ ഇതാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യം വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓൺ ഡിപ്പിംഗ് എ കാപ്പിലറി ഇൻ വാട്ടർ ഓഫ് മാസ് ഓഫ് ദ വാട്ടർ ഇൻ ദ റൈസ് ഈസ് ഇൻ മാസ് m. If another capillary of double of the radius of the first is dipped into water and the mass of the water raised will be. എത്രത്തോളം മാസിലുള്ള, എത്രത്തോളം വെള്ളം നമുക്ക് അതിൽ നിന്ന് റൈസ് ആവുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2m ഉള്ള വെള്ളമാണ് നമുക്ക് അതിലൂടെ റൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോക്കൂ, നമുക്ക് ആ ഒരു ഹൈറ്റ് ഓഫ് ദ കാപ്പിലറി റൈസ് നമുക്കറിയാം, h is equal to T cos theta by rho g r ആണ്. ഓക്കെ, അപ്പോൾ T, G ആൻഡ് rho g tau ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് T, G ആൻഡ് cos theta എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് അല്ലെ. അപ്പൊ h എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/tau ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1/tauവിനാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊപ്പോർഷണൽ വരുന്നത്, ഈ 1/tauവിനാണ് വരുന്നത്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ കാപ്പിലറി എന്ന് പറയുന്നത്. ഇപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ആക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്താകും, എനിക്ക് ഹാഫ് ആകും. കാരണം റേഡിയസ് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് റേഡിയസ് ആകും. കാരണം ഇൻവേഴ്സ്ലി ആണ് പ്രൊപ്പോർഷണൽ വരുന്നത്. ഓക്കെ, സോ ദ മാസ് ഓഫ് ദ വാട്ടർ റൈസ് ഇൻ ദ കാപ്പിലറീസ്, നമുക്ക് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ m is equal to വോളിയം πr² ഇൻറ്റു ഡെൻസിറ്റി റോ ആണ്. അപ്പോൾ ആ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും, 2πr² റോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ m is equal to 2m എന്ന് കൊടുക്കാം. അപ്പോൾ എനിക്ക് πr² എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ πr² റോ എന്ന് പറയുന്നത് എനിക്ക് മാസ് ആണെന്ന് അറിയാം. അപ്പോൾ ഇത്രയും വാല്യൂ വരെ ഞാൻ m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് m is equal to 2m ആണ് എനിക്ക് വരുന്നത്. അപ്പോൾ 2m ഓളം വാട്ടർ ആണ് നമുക്ക് റൈസ് ആയി വരുന്നത്. ഓക്കെ, insects can move on the surface of the water without sinking due to, നമ്മൾ പഠിച്ചിരുന്നു, ആ തിയറി ക്ലാസ്സിൽ പറഞ്ഞു, കൊതുകുകളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ സിങ്ക് ആകാതെ പോകാനുള്ള റീസൺ എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ദി സർഫസ് ടെൻഷൻ അല്ലെ. ഇൻസെക്റ്റുകൾക്ക് വെള്ളത്തിന് മുകളിലൂടെ മൂവ് ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി ഉള്ളത് എന്തുകൊണ്ടാണ്, ആ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കാരണമാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഹൈഡ്രോളിക് പ്രസ് ഹാസ് an arm of 30 cm diameter and flange of 4.5 cm diameter. What is the weight lifted by the hydraulic press when force applied at the plunger is 500 Newton? Okay, അതായത് ഒരു ഹൈഡ്രോളിക് പ്രസിന്റെ റാമിന്റെ ഡയമീറ്ററും നമുക്ക് പ്ലഞ്ചറിന്റെ ഡയമീറ്ററും ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 22 കിലോ ന്യൂട്ടനോളം വെയിറ്റ് നമുക്ക് ഈ ഒരു 500 ന്യൂട്ടൺ പ്രഷർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ നമുക്ക്
നോക്കാം അല്ലേ. സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നതാണ് പ്ലഞ്ചർ ഡയമീറ്റർ, ദാറ്റ് ഈസ് 4.5 സെന്റിമീറ്റർ ആണ്. അതുപോലെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ റാം ആണ്, അത് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന് നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫോഴ്സ് F1 പ്ലഞ്ചറിൽ കൊടുത്തിരിക്കുന്ന F1 500 ന്യൂട്ടൺ. നമുക്ക് ഇക്വേഷൻ അറിയാം F1/A1 which is equal to F2/A2 ആണ്. അപ്പൊ F1 എന്ന് പറയുന്നത് 50 ആണ് അല്ലേ. 50 അല്ല, സോറി 500 ആണ്. ഓക്കെ, 500/πd²/4 which is equal to F2/πd²/4. F2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ d²/d² into 500 ആണ്. d² ക്യാപിറ്റൽ D എത്രയാണെന്ന് അറിയാം, സ്മോൾ ലെറ്റർ d അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 22,222.22. അതായത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 22 കിലോ ന്യൂട്ടൺ എന്നുള്ള ടേമിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വെയിറ്റ് എത്രത്തോളം വെയിറ്റ് ആണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, 22 കിലോ ന്യൂട്ടണോളം വെയിറ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. A hydraulic press has a ram of 20 cm diameter, plunger of 3 cm diameter. It is used for lifting a weight of 30 kN. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് ആണ് അല്ലേ. 30 kN ലിഫ്റ്റ് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം വന്നിരിക്കുന്നത് ഫോഴ്സ് എത്രത്തോളമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് 675 ന്യൂട്ടൺ ആണ്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ആ ഒരു ലിഫ്റ്റ്, അതിനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് 2-3 ടൈപ്സ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സെയിം ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്, പക്ഷെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷനും ഏതൊക്കെയാണ് ക്യാപിറ്റൽ ഡി ഏതാണ് സ്മോൾ ലെറ്റർ ഡി ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ F1/A1 is equal to F2/A2 ആണ്. അപ്പൊ F2 തന്നെയാണ് നമുക്ക് അഗൈൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 675 ന്യൂട്ടൺ ആണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി, ഈസി ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. എ ബ്ലാക്ക് ബോഡി ഹാസ് മിനിമം വേവ് ലെങ്ത് λm is equal to 2000 Kelvin at 2000 Kelvin. Its corresponding wavelength at 3000 Kelvin എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മാക്സിമം വേവ് ലെങ്ത് എന്ന് പറയുന്നത് λm 2000 കെൽവിനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 3000 കെൽവിനിൽ എത്രത്തോളമാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, 2/3 λm ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അനുസരിച്ച് അറിയാം. ഒരു തെർമൽ റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് λm ന്റെ വാല്യൂ നമുക്ക് റെഡ്യൂസ് ആകണം അല്ലെ. സോ λm t is equal to constant, അല്ലെങ്കിൽ λm is equal to constant അല്ലെങ്കിൽ b/t നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ b എന്ന് പറയുന്നതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് λm1 t1 is equal to λm2 t2 എന്ന് കൊടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് λm കാൽക്കുലേറ്റ് ചെയ്യാണ്. കാരണം t1 ഉം T2 നമുക്കറിയാം, ലാംഡ നമുക്കറിയില്ല അല്ലെ. അതായത് λm2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ λ is equal to 2/3 λm ആണ് വരുന്നത്. കാരണം നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി റേഡിയേറ്റ്സ് ഹീറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 4 calorie/m²/second when its temperature is 227 degree. What is the heat radiated by the same body when its temperature is 727 degree Celsius? ഓപ്ഷൻ സി ആണ് ആൻസർ, 64 calorie/m²/second. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്കറിയാം E is equal to sigma T⁴ ആണ്. J എന്ന് പറയുന്നത് എനർജി റേഡിയേറ്റഡ് ആണ് അല്ലെ. സോ ടെമ്പറേച്ചർ ഓഫ് ദ കെൽവിൻ ആണ് T എന്ന് പറയുന്നത്, സിഗ്മ എന്ന് പറയുന്നത് സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ നമുക്ക് T1 അറിയാം, അതുപോലെ തന്നെ അപ്പൊ നമ്മൾ അതിനെ ക്യാപിറ്റൽ T അതായത് കെൽവിനിലേക്ക് മാറ്റി, T2നെ കെൽവിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനർജി E1 നമുക്ക് 4 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. E1/E2 is equal to T1⁴/T2⁴ ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്, 64 കലോറി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് നോൺ ആസ്. ഹീറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, അറിയാം. ഓപ്ഷൻ സി റേഡിയേഷൻ അല്ലെ. റേഡിയേഷൻ ആണ് നമ്മൾ ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ഫയർ ആണ്. ഓക്കെ, തീ കത്തുകയാണ് നമ്മൾ. അപ്പൊ ഈ ഒരു കൺവെക്ഷൻ, അതായത് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മോളിക്യൂളുകൾ തമ്മിലുള്ള ആ ഒരു ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബൾക്ക് മൂവ്മെന്റ്സ് ഓഫ് മോളിക്യൂൾസിന്റെ ആണ് അല്ലെ. ഇതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണെങ്കിൽ നമുക്ക് അതിനെ കണ്ടക്ഷൻ എന്ന് പറയാം. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, റേഡിയേഷൻ എന്ന് പറയാം അല്ലെ. ഇതാണ് കൺവെക്ഷൻ, കണ്ടക്ഷൻ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എനർജി ഈസ് എമിറ്റഡ് ആസ് വേവ്സ് ഓർ പാർട്ടിക്കിൾസ് അല്ലെ. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റേഡിയേലി ആയിട്ടായിരിക്കും, നമുക്ക് ഒരു റേഡിയേഷൻ ആയിട്ടാണ് നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് നടക്കുന്നത്. അതായത് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്.
കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ എനർജി ട്രാൻസ്ഫറിംഗ് ആണ്. ആ ഒരു മെറ്റീരിയലുമായിട്ടോ വിത്തിൻ മെറ്റീരിയൽ അല്ലെങ്കിൽ രണ്ട് മെറ്റീരിയൽസുകൾ തമ്മിൽ ഒരു ഡയറക്റ്റ് കോൺടാക്റ്റിലായിരിക്കും നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹീറ്റിനെ നമ്മൾ ഒരു മോളിക്യൂൾ ഒരു ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് ആ ഫ്ലൂയിഡുകളുടെ ട്രാൻസ്ഫറിംഗ് മൂലം വരുന്നതാണ് നമുക്ക് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് 3 പ്രോസസ്സുകൾ. Which of the following is not the characteristics of Planck's black body radiation distribution? Planck's black body radiation distribution ഒരു characteristics അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. As temperature increases, the peak of the curve shifted towards higher wavelength. അത് wrong ആണ്. നമുക്ക് ഒരു ഗ്രാഫ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? നമുക്ക് ആ ഒരു മറ്റേ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ ആ ഒരു പീക്ക് ഓഫ് ദ കർവ് എവിടേക്കാണ്? ലോവർ വേവ് ലെങ്ത്തിലേക്കാണ് മൂവ് ആവുന്നത് അല്ലേ? സോ ഓപ്ഷൻ എ തന്നെയാണ് നമുക്ക് റോങ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. സ്പെക്ട്രൽ എമിസീവ് പവർ ഓഫ് ദ വേരീസ് കണ്ടിന്യൂസ്ലി വിത്ത് ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. അത് നമുക്ക് കറക്റ്റ് ആണ്. ആ വേവ് ലെങ്ത്തിനനുസരിച്ച് സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് പറയുന്നത് വേരി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതേപോലെ at a given wavelength as the temperature increases emissive power also increases. ഒരു given wavelength ടെമ്പറേച്ചറിനനുസരിച്ച് എമിസീവ് പവറും ഇൻക്രീസ് ആകും മോർ ദാൻ ദാറ്റ് ഓഫ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു റോങ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു കർവ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ലോവർ വേവ് ലെങ്ത്തിലേക്കാണ് ഈ പറയുന്ന ഗ്രാഫ് മൂവ് ആവുന്നത് അല്ലേ? ലോവർ വേവ് ലെങ്ത്തിലേക്കാണ്. As the temperature increases, the thermal conductivity of a gas. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ ഒരു ഗ്യാസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ഇൻക്രീസ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്താകും? ഓൾസോ ഇൻക്രീസ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഗ്യാസസ് ട്രാൻസ്ഫർ ഹീറ്റ് ബൈ ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസുകളുടെ കൊളീഷൻ വഴിയായിട്ടാണ് ഗ്യാസസ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ എന്താകും? ആ ഒരു മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി, ഗ്യാസസിൽ ഉണ്ടാകുന്ന മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവുകയും ആ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുമ്പോൾ എന്താകും? അവിടെ പൊല്യൂഷൻ ഒക്യൂർ ആവുകയും ചെയ്യും, പൊല്യൂഷൻ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊല്യൂഷൻ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ആ ഒരു തെർമൽ കണ്ടക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ആകുന്നത് കാണാൻ പറ്റും. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്? ടെമ്പറേച്ചറും ഇൻക്രീസ് ആകുന്നത്. എന്നാൽ ലിക്വിഡ് സോളിഡ്സ് ഇവയ്ക്കൊക്കെ എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കണം. ഫോർ ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ? ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ആവുകയാണ്. എന്നാൽ ഗ്യാസസിൽ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഹെഡ് ഓഫ് വാട്ടർ അറ്റ് ദ ക്രോസ് സെക്ഷൻ ഓഫ് 5 meter above the datum line. The pipe has a diameter of 5 cm and the water is flowing with a pressure of 100 into 10 to the power 3 Newton per meter square and the mean velocity of is 2 meter per second. Take g is equal to 10 meter per second square. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഹെഡ് ഓഫ് ദ വാട്ടർ അല്ലെ? ടോട്ടൽ ഹെഡ് എത്രത്തോളം ആണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പല ടേംസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 15.2 ആണ് നമുക്ക് വരുന്ന ടോട്ടൽ ഹെഡ് കാണുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഇതൊരു ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ് അല്ലെ? ഒരു ഐഡിയൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് അവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ്? സം ഓഫ് ദ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി എല്ലാം തന്നെ എന്താണ്? ഇറ്റ് വിച്ച് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ് നമുക്ക് വരുന്നത്. നോക്കൂ, P by rho g plus V square by 2g plus Z is equal to constant. ആ ഇക്വേഷനെ ഒന്ന് ആൾട്ടർ ചെയ്തിരിക്കുകയാണ് നമ്മൾ പഠിച്ചൊരു ഇക്വേഷനെ. where P by rho g which is the pressure head ആണ് അല്ലെ? ഇതാണ് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. V square by 2g എന്ന് പറയുന്നത് കൈനറ്റിക് ഹെഡ് ആണ്. Z എന്ന് പറയുന്നതാണ് ഹെഡ് ഓഫ് ഡാറ്റം ലൈൻ. Rho എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, G is the acceleration due to gravity and V is the velocity of the fluid ആണ്. അപ്പോൾ നോക്കൂ, ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് നമുക്ക് തന്നിട്ടുണ്ട്, പ്രഷർ തന്നിട്ടുണ്ട്, മീൻ വെലോസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇസഡിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു P by rho g plus V square by 2g plus Z ആണ്. ടോട്ടൽ ഹെഡ് H is equal to ഈ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് വരുന്നത്? 15.2 ആണ് കിട്ടുന്നത്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. The pressure head and kinetic head of the water flowing through a pipe diameter 60 cm and 50 cm and 4 meter respectively. Determine the total head of the water at cross section which is 6 meter above the datum line. നമുക്ക് ഇവിടെ ടോട്ടൽ ഹെഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? നോക്കൂ, ആൻസർ 60 മീറ്റർ ആണ് നമുക്ക് വരുന്ന ഫൈനൽ ആൻസർ. സൊല്യൂഷൻ നോക്കൂ. ബെർണോളിസ് ഇക്വേഷൻ നമുക്കറിയാം. P by rho g plus V square by 2g plus Z is a constant ആണ്. അപ്പോൾ P by g എന്നത് പ്രഷർ ഹെഡ് ആണ്, കൈനറ്റിക് ഹെഡ് ഡാറ്റം ഹെഡ് ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രഷർ ഹെഡ് നമുക്ക് 50 ആണ്, കൈനറ്റിക് ഹെഡ് 4 ആണ്, ക്രോസ് സെക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഡാറ്റം ഹെഡ് 6 ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? 50 plus 4 plus 6 which is equal to 60 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ മാരത്തോണിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.